കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. മക്കളെ, സംസാരലോകത്ത് അലഞ്ഞു നടക്കുന്ന നിങ്ങളുടെ മനസ്സിന് എൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയാറില്ല. നിന്റെ അന്തരംഗത്തിലെ ആഴങ്ങളിലെ ആത്മാവിലാണ് ഞാൻ വസിക്കുന്നത്. അവിടെയാണ് എൻ്റെ സമാധാനം സദാ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞെ, നിനക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളിലും മനുഷ്യബന്ധങ്ങളിലുമാണ് നീ സമാധാനം അന്വേഷിക്കുന്നത്. അവിടെയൊന്നും ശാശ്വത സമാധാനം കണ്ടെത്താൻ നിനക്ക് കഴിയില്ല. പാപവും നാശവും നശീകരണങ്ങളുമാകുന്ന കൊടുങ്കാറ്റുകൾ മൂലം അസ്വസ്ഥമായ ഈ ലോകത്ത് സമാധാനം കണ്ടെത്തുവാനുള്ള ശ്രമം മക്കളെ വിഫലമാണ്. സ്വർഗീയ സമാധാനത്തിൻ്റെ അക്ഷയക്കനി നിന്നിൽ തന്നെയുണ്ട്. നിന്നിൽ തന്നെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഞാൻ വസിക്കുന്നിടത്താണ് യഥാർത്ഥ സമാധാനം. ഹൃദയവാതിലുകൾ അടച്ച് നിന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സമാധാനത്തിൻ്റെ പ്രഭവകേന്ദ്രം നീ കണ്ടെത്തും. അവിടെ എന്നോടൊപ്പം ഇരിക്കുവാനും വിശ്രമിക്കുവാനും ദിവസവും നീ സമയം കണ്ടെത്തണം. നിന്നിലെ റിയൽ സെന്ററിൽ നീ എത്തിച്ചേരുമ്പോൾ വിസ്മയകരമായ അനുഭൂതിയുമൊക്കെ ആയിരിക്കും നിനക്കുണ്ടാവുക. ഇതെങ്ങനെ സാധ്യമാകും എന്നല്ലേ? മക്കളെ, ഇതിന് പ്രത്യേക ഉപാസനയും സാഹസിക അനുഷ്ഠാനങ്ങളും ഒന്നും ആവശ്യമില്ല. അതിന് ലക്ഷണം പറയുന്നവരുടെ അടുക്കൽ പോകേണ്ട കാര്യമില്ല. പ്രത്യേക സ്ഥലം അന്വേഷിച്ച് പോകേണ്ടതുമില്ല. ലോകത്തിൽ നിന്നും ഒളിച്ചോടേണ്ടതുമില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആത്മാവിൻ്റെ ആഴങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വേറിട്ട സമയം കണ്ടെത്തുന്നത് ശീലമാക്കണം. തിരുവചന വായനയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷമുള്ള ധ്യാന നിമിഷങ്ങളിൽ ഈ യാത്ര തുടരണം. അനുസരണമില്ലാത്ത മനസ്സ് അതിന് പലപ്പോഴും സഹകരിക്കാതെ വഴിതെറ്റി നടന്നേക്കാം. മനസ്സിനെ അനുനയപൂർവം ഏകാഗ്രതയിൽ ചേർത്ത് നിർത്തി വീണ്ടും ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരണം. ഇതിന് കുറേ ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. ഏദൻ തോട്ടത്തിൽ കൂട്ടായ്മയ്ക്ക് ദിവസവും വരാറുള്ള ദൈവം നിന്റെ ആത്മാവിൻ്റെ അൾത്താരയിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിച്ച് അങ്ങുമിങ്ങും അലഞ്ഞ് തിരിയുന്ന മക്കളെ, ഞാൻ നിങ്ങളിൽ തന്നെ, നിങ്ങളുടെ ആത്മാവിൻ്റെ അൾത്താരയിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. മക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള ആലയങ്ങളാണ് നിങ്ങൾ. എന്നെ അന്വേഷിക്കേണ്ടത് നിങ്ങളിൽ തന്നെയാണ്. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുവാനാണ്
ഞാൻ ആഗ്രഹിക്കുന്നത്. മക്കളെ, അന്വേഷിക്കൂ, എന്നെ തീർച്ചയായും നിങ്ങൾ കണ്ടെത്തും. I am Christ in you, the hope of glory. മർക്കോസ് 6-ാം അധ്യായം. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കുവാൻ പോലും ശിഷ്യന്മാർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജനസ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ പടകിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. മത്തായി 6-ാം അധ്യായം 6-ാം വാക്യം. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് വഴിയൊരുക്കി വഴി നടത്തട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.